നമ്മളിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും കേട്ടൊരു വാക്കായിരിക്കും, ഓ അവസാനം നീ വെറും ഒരു കറിവേപ്പിലയായില്ലേ. ഇങ്ങനെ ഒഴിവാക്കി വലിച്ചെറിയുന്നവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ വില. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കറിവേപ്പില ഇനി വലിച്ചെറിയാൻ നിൽക്കണ്ട. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി. ഇനി ഇതെല്ലാം ചെറുതീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലൊന്ന് പൊട്ടി വരുമ്പോൾ കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരുപാട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ മണമൊന്നും കളയാതെ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ച ഉലുവയും കടുകും എല്ലാം ചേർത്ത് തരിയില്ലാതെ നന്നായി ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ 8-10 വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കറിവേപ്പില മിക്സും കൂടെ ചേർത്ത് വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ചെറിയ ഉരുള വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളവും ചേർത്ത് കൊടുത്ത് 1/2 ഗ്ലാസ് സാദാ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞതാ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി ഇനി പാനിൽ നിന്ന് ഇതുപോലെ വിട്ടുവരുന്ന പരുവത്തിൽ കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചോറിനൊപ്പവും ദോശയ്ക്കും ഇഡലിക്കും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി സൈഡാണ്. ഇതുപോലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.